നമസ്കാരം. ഇന്ന് വാസ്തു സംബന്ധമായിട്ടുള്ളൊരു ടിപ്സാണ് തരുന്നത്. കാരണം നമ്മുടെ വീടുകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ടോയ്ലറ്റുകൾ. പണ്ടുള്ള വീടുകളിലൊക്കെ ടോയ്ലറ്റുകൾ വീടിൻ്റെ ഏകദേശം ഒരു 10-12 മീറ്റർ അകലെയായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇപ്പം അറ്റാച്ച്ഡൊക്കെ ഉള്ള എല്ലാ റൂമിലും 1-2 ടോയ്ലറ്റ് അറ്റാച്ച്ഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒത്തിരി ദുരിതങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ നോക്കി ചെയ്തില്ല എങ്കിൽ, നമ്മളൊരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിലോ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലോ ആ പൊസിഷൻ നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ ഗ്രാജ്വലി നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇനി ഈ അടുത്തൊരു വീട് പോയി നോക്കിയപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു വീടാണ്. എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഞാൻ കണ്ടത്. പക്ഷേ അവർക്ക് എന്തോ ഒരു പ്രശ്നം അലട്ടിക്കൊണ്ടത് നോക്കി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഗൃഹനാഥൻ്റെ സാമ്പത്തികത്തിൻ്റെ തട്ടിലാണ് ടോയ്ലറ്റിൻ്റെ പൊസിഷൻ. എങ്ങനെ സാമ്പത്തികം പിന്നെ വീട്ടിൽ വരും? സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. നിങ്ങളുടെ കേരളത്തിനകത്തും പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. ഞാൻ വരുന്ന മാസം 15-ാം തീയതി ആകുമ്പോൾ UAE വരുന്നുണ്ട്. UAE ആരെങ്കിലും വീടോ നിങ്ങളുടെ സ്ഥാപനമോ നോക്കണമെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മെയ് മാസം 29-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ഇടവം 15-ാം തീയതി വ്യാഴാഴ്ചയാണ് നാളത്തെ സൂര്യോദയം രാവിലെ 6:05 സൂര്യോദയം, വൈകുന്നേരം 6:33 സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:50-നും 3:23 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:54-നും 12:17 മധ്യയാണ്. മുഹൂർത്തം 12:21-നും 12:43 മധ്യയാണ്. ഗുളികനുദയം 9:11-നും 10:44 മധ്യയാണ്. യമകണ്ഠ സമയം രാവിലെയാണ് 6:05-നും 7:38 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. തിരുവാതിര നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ്. എന്നാലും ഈ ചോറൂണ്, അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭം, സീമന്തം, ശില്പകർമ്മങ്ങൾ, സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക, വിവാഹം, വാസ്തുകർമ്മങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗുരു ജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ് ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം. ഗുരു അറിയാലോ, വ്യാഴം നമ്മുടെ ജാതകം നോക്കും, അല്ലെങ്കിൽ പ്രശ്നം നോക്കും, വ്യാഴം മറിഞ്ഞാൽ സകലതും തീർന്നു എന്ന് സാരം. അപ്പം അത്രയും പവർഫുള്ളായിട്ടാണ് ഈ വ്യാഴാഴ്ച ഗുരുവിൻ്റെ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം. പിണ്ടനൂൽ ദോഷം, വസ്മജദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൽ ദോഷം, അകന്നാൾ ദോഷമുണ്ട്. അന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂൽ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചുകൂടെ നോക്കാം. അതിനുമുമ്പ് ടിപ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റിന് പറ്റിയിട്ടുള്ള സ്ഥാനങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പാടില്ലാത്തത് വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വയ്ക്കാൻ പാടില്ല. വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈശ്വരാധീന കുറവാണ് സംഭവിക്കുക. നമ്മൾ എത്ര കിടന്ന് പാടുപെട്ട് കഴിഞ്ഞാൽ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. രണ്ടാമത്, കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല. പല വീടുകളിലും കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വീട്ടിലുള്ള മെമ്പേഴ്സിന്, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നത് വാടക വീടായിരുന്നാൽ പോലും, ഏത് വീടായിരുന്നാലും ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങൾക്ക് അസുഖങ്ങൾ കൂടുതലായിട്ട് വന്നു. ഇപ്പം നിങ്ങളൊരു വീട്ടിൽ പോയി, ഒരു വാടക വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങളാണെങ്കിൽ ഉറപ്പിച്ച് നോക്കിയോളൂ, നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ടാവാം. അതേപോലെ തന്നെ വടക്ക് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല. വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ വരുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി ഈ 3 ഭാഗവും ഒഴിവാക്കിയിട്ട് ബാക്കി ഏത് ഭാഗത്തും തെക്ക് പടിഞ്ഞാറും ടോയ്ലറ്റ് വരാൻ പാടില്ല കേട്ടോ. തെക്ക് പടിഞ്ഞാറും ടോയ്ലറ്റ് ഒരു കാരണവശാലും വരാൻ പാടില്ല.
പഴയ വാസ്തു അനുസരിച്ച് തെക്ക് പടിഞ്ഞാറൊക്കെ ടോയ്ലറ്റ് വന്നിട്ടുള്ള വീടുകളൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് നമ്മൾ പുതിയൊരു വീടൊക്കെ വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും ടോയ്ലറ്റ് വരാൻ നോക്കുക. നിങ്ങൾ താമസിക്കുന്ന വീടിന് തെക്ക് പടിഞ്ഞാറാണ് ടോയ്ലറ്റ് എങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ബ്രഹ്മസ്ഥാനം, വീടിൻ്റെ സെൻട്രൽ പോയിൻറ്റിലും ഒരു കാരണവശാലും ടോയ്ലറ്റ് വരരുത്. ഓക്കെ, നമുക്ക് ടോയ്ലറ്റ് ആവാമെന്നുള്ള സ്ഥലം എവിടെയൊക്കെയാണ്? ഒന്നുകിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ആവാം, വടക്ക് പടിഞ്ഞാറും ഭാഗത്ത് ടോയ്ലറ്റ് വരാം. അവിടെ പറ്റിയില്ല എങ്കിൽ മാത്രമേ നമുക്ക് തെക്ക് കിഴക്ക് ടോയ്ലറ്റ് ആക്കാൻ പാടുള്ളൂ. തെക്ക് കിഴക്ക് സാമ്പത്തികത്തിൻ്റെ തട്ടാണ്, അവിടെ ടോയ്ലറ്റ് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ വേറെ സ്ഥലമില്ല എങ്കിൽ തെക്ക് കിഴക്ക് ടോയ്ലറ്റ് ആവാം. ഇത് രണ്ടും ഇല്ല എങ്കിൽ മാത്രം നമുക്ക് തെക്ക് സെലക്ട് ചെയ്യാം. തെക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ പ്രശസ്തി നഷ്ടപ്പെടും, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ തെക്ക് ഭാഗത്ത് ഈ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ നമുക്ക് ടോയ്ലറ്റ് വയ്ക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിലും മാത്രം തെക്ക് ഭാഗം യൂസ് ചെയ്യുക. അല്ലാതെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് വരരുത്. നിങ്ങളൊരു വാടക വീടാണ് എടുത്ത് മാറുകയാണെങ്കിൽ പോലും ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ വിഷയങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കുറേ ഭാഗം നമുക്കത് നീക്കം ചെയ്യാൻ പറ്റും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. രണ്ടാമത്, ക്ലോസറ്റ് ഫിറ്റ് ചെയ്തേക്കുന്ന രീതി. ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടേ ക്ലോസറ്റ് വരാൻ പാടുള്ളൂ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ക്ലോസറ്റ് വന്നു കഴിഞ്ഞാൽ അസുഖം രൂക്ഷമാകും, വീട്ടിലുള്ള മെമ്പേഴ്സിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ തെക്കോട്ട് തിരിഞ്ഞ് ആണ് ടോയ്ലറ്റ് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തെക്കാണ് ഏറ്റവും നല്ലത്, തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അല്ല എങ്കിൽ വടക്കോട്ടും ആവാം, വേണമെങ്കിൽ വടക്കോട്ട്. പുതിയൊരു വീട് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അതിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് തെക്കോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട്, വേറൊരു കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സെപ്റ്റിക് ടാങ്ക് നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്. അപ്പം സാധാരണ ടാങ്ക് എടുത്തല്ലേ പറ്റുള്ളൂ. സാധാരണ വീട്ടിൻ്റെ കാർ ഷെഡിൻ്റെ അടിയിൽ സെപ്റ്റിക് ടാങ്ക് എടുത്തിട്ടുള്ള വീടുകൾക്ക് ഒത്തിരി എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, സെപ്റ്റിക് ടാങ്ക് എപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ മനയ്ക്ക് പുറത്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. മനയ്ക്ക് പുറത്തെന്ന് വെച്ചാൽ ആ ഭിത്തിയോട് ചേർത്തെടുക്കാൻ പാടില്ല, ഒരടിയെങ്കിലും ഗ്യാപ്പ് ഒഴിഞ്ഞിട്ട് എടുക്കാം. സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നീളമുള്ള ഭാഗം കിഴക്ക് പടിഞ്ഞാറാവണം. വീതിയുടെ ആ ഭാഗം നമുക്ക് തെക്ക് അല്ലെങ്കിൽ വടക്ക് തെക്ക് ഭാഗത്തോട്ടായിരിക്കണം. അതായത് വീതി കുറഞ്ഞ ഭാഗം നീളം കൂടിയ ഭാഗം വരുമ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറായിട്ടേ വരാവൂ. നമ്മളൊരു ടെമ്പററി ടാങ്ക് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ടാങ്ക് ഇടുമ്പോഴും നമുക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനയ്ക്ക് പുറത്താണിടെ അത് ഇടേണ്ട പൊസിഷനും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വടക്ക് പടിഞ്ഞാറിടാം, ഇല്ല എങ്കിൽ തെക്ക് ഭാഗത്തിടാം. ഇതെല്ലാം മനയ്ക്ക് പുറത്താണ്. ഈ രണ്ടിടവും പറ്റിയില്ലെങ്കിൽ മാത്രമേ തെക്ക് കിഴക്ക് സെപ്റ്റിക് ടാങ്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പം താമസിക്കുന്ന വീട്ടിലായിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുക. എങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെമഡി ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ദോഷത്തെ മാറ്റിയെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഓരോ ടോയ്ലറ്റിനും ഓരോ സ്ഥലങ്ങളിലേക്കും ടോയ്ലറ്റിനും ഓരോ റെമഡീസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് നോക്കി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിന്ന് ഇത് പറയാൻ കാരണം ഞാൻ പോയി നോക്കിയ വീട്ടിൽ അത്രത്തോളം അസുഖങ്ങൾ വിട്ടുമാറാതെ വന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ കിടക്കാം. അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മെയ് മാസം 30 കൊല്ലവർഷം 1200 ഇടവം 16 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ 6:05 സൂര്യോദയം, വൈകുന്നേരം 6:33 സൂര്യാസ്തമയമാണ്. രാഘോലം 10:44 12:17 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:54 12:17 മധ്യയാണ്. മുഹൂർത്തം 12:21 12:43 മധ്യയാണ്. ഗുളികൻ ഉദയം 7:38 9:11 മധ്യയാണ്. യമകണ്ഠ സമയം 3:23 4:56 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. പുണർന്ന നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. ഈ 2 ദിവസവും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ദിവസമാണ്. എന്നാലും പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കുവാനും ദീർഘനാൾ പ്രവർത്തനങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ്. ശാന്തി കർമ്മങ്ങൾക്കും യാത്രയ്ക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ്. എന്നാൽ വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വാസ്തുകർമ്മങ്ങൾ ചെയ്യുവാനും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പുതിയ വല്ല മരുന്ന് കഴിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് നല്ലതല്ല. യാത്രയൊക്കെ ശ്രദ്ധിക്കുക. മാത്രമല്ല വസ്തുക്കൾ വിൽക്കുവാനും വാങ്ങുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടത്തോൾ ദോഷം, അസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്.
വെള്ളിയാഴ്ച ആരെങ്കിലും മരണപ്പെട്ടെങ്കിൽ അകന്നാൾ ദോഷമുണ്ട്, അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശനി ഇപ്പം കണ്ട ശനി മാറി 7 ശനി ആയിട്ടുള്ളതൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, പല ആൾക്കാർക്കും അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ശനി ദോഷങ്ങൾക്ക് നമുക്കെപ്പോഴും അതിനുള്ള പരിഹാരം, ശനി എന്താ പറയുക, ശനിദോഷം നമ്മൾ അനുഭവിച്ച് തീർത്താലേ പറ്റൂ. പക്ഷേ അതിന് തീഷ്ണത ഇല്ലാതാക്കുവാൻ വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലേറ്റവും വലിയൊരു റെമഡിയാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെള്ളിയാഴ്ച രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പിടി എള്ളെടുത്തിട്ട് ഒരു കറുത്ത തുണിയിലോ വെള്ള തുണിയിലോ പൊതിഞ്ഞിട്ട് തലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം. അടുത്ത ദിവസം രാവിലെ, ശനിയാഴ്ച ദിവസം രാവിലെ എണീച്ച് ആ എള്ളിനെ എടുത്തതിന് ശേഷം തല മുതൽ പാദം വരെ പറ്റുമെങ്കിൽ ഒരു 21 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ചോറുണ്ടാക്കാന്ന് വെച്ചാൽ വറ്റിച്ചുണ്ടാക്കണം. ഇത് കാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഒരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എടുത്ത് ചോറുണ്ടാക്കുക. എന്നതിന് ശേഷം ഈ എള്ള് അതിനകത്തിടുക, ഒഴിഞ്ഞ എള്ള് ആ ചോറിനകത്തിടുക, എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഉണ്ടെങ്കിൽ 2-3 തുള്ളി നല്ലെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, ഉരുട്ടേന്ന് ചെയ്യേണ്ട, മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഇലയിലോ എന്തെങ്കിലും തട്ടിയിട്ട് കാക്കയ്ക്ക് കൊടുക്കുക. ഏറ്റവും ഈ ശനി ഭഗവാന്റെ വാഹനോട് കാക്ക, ഈ കാക്കയെ തൃപ്തിപ്പെട്ടാൽ ശനി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. മനസ്സിലാവുന്നുണ്ടോ? ശനി ഭഗവാൻ നമ്മളെ എന്താ പറയുക, ഒത്തിരി നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു റെമഡിയാണിത്. കഴിയുമെങ്കിൽ ചെയ്ത് നോക്കും. വിദേശത്തൊക്കെ ആൾക്കാരാണെങ്കിൽ പറവകൾ കൊടുക്കാം, അങ്ങനെ ഏതെങ്കിലും പറവകൾ കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. ശനി ദോഷകാലത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും ലൈഫ് ടൈം അത് കൂടെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശനിദോഷം എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ വീട്ടിൽ കയറിയിരിക്കേണ്ട. ശനിദോഷകാലത്താണ് പലരും നേടിയിട്ടുള്ളത്. ശനിദോഷമുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ നേടിക്കോളും. അത്രയും പവർഫുള്ളായിട്ടുള്ളതാണ് ശനി ഒരിക്കലും നമ്മളെ ദ്രോഹിക്കില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ, കാരണം ഭൂമിയിൽ വെച്ച്, പണ്ടൊക്കെയാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത്, ഭൂമിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ശിക്ഷ തരുന്നത് ശനിദോഷ സമയത്താണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോവുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കിവിടെ ഒരു സ്റ്റാഫ്, അതായത് എഡിറ്റിങ്ങും ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നുള്ള ഒരു ആരെങ്കിലും പുരുഷന്മാരായിരിക്കും ഒരു സ്റ്റാഫിന് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ആ ക്യാമറ എഡിറ്റിങ്ങൊക്കെ അറിയാവുന്നുള്ള, പോസ്റ്ററൊക്കെ ചെയ്യാൻ അറിയാവുന്നുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ബയോഡേറ്റ ഒന്ന് അയച്ചു തരിക. നമുക്കിവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പോയി വരാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒന്ന് വിളിക്കുക. നമുക്ക് നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഓക്കെ, അതായത് എഡിറ്റിങ്ങും അതേപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യണം, പോസ്റ്ററൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ആരെങ്കിലും ഉണ്ടെന്ന് അറിയിച്ചോളൂ കേട്ടോ. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.